ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് ആരൊക്കെ കാണണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ്ബുക്കിൽ ഒരു സ്റ്റോറി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് ആരൊക്കെ കാണണം എന്നുള്ളത് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇവിടെ മുകളിൽ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റോറി എന്നുള്ളത് സെലക്ട് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറിയിൽ നമ്മൾ എന്തായിരിക്കും, ഗാലറിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനൊരു എക്സാമ്പിളിന് ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഈ ഒരു സ്റ്റോറി ആരൊക്കെ കാണണം എന്നുള്ളത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെറ്റിങ്സ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ പ്രൈവസി എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഹൂ ക്യാൻ സീ യുവർ സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിൽ കുറച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇപ്പം എല്ലാവർക്കും ഈ ഒരു സ്റ്റോറി കാണണം എന്നുണ്ടെങ്കിൽ പബ്ലിക് എന്നുള്ളത് സെറ്റ് ചെയ്യാവുന്നതാണ്. അതല്ല ഫ്രണ്ട്സിന് മാത്രം കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഫ്രണ്ട്സിൽ തന്നെ ആരെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈഡ് സ്റ്റോറി ഫ്രം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫ്രണ്ട്സിൻ്റെയും ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. എൻ്റെ ഒരു ഫ്രണ്ട്സ് ഇല്ലാത്തതുകൊണ്ടാണ്. എന്നിട്ട് ആരെയാണ് ഹൈഡ് ചെയ്യേണ്ടത് ജസ്റ്റ് അവരെ മാത്രം സെലക്ട് ചെയ്യുക. അവരെ മാത്രം സെലക്ട് ചെയ്താൽ അവർ ഹൈഡ് ആവുന്നതായിരിക്കും. ഇനി അതല്ല കുറച്ച് പേർക്ക് മാത്രം ഈ ഒരു സ്റ്റോറി കണ്ടാൽ മതി എന്നുണ്ടെങ്കിൽ കസ്റ്റം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ആർക്കൊക്കെയാണോ സ്റ്റോറി കാണേണ്ടത് അവരെ മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് ബാക്ക് അടിച്ചാൽ അവർ മാത്രമായിരിക്കും പിന്നെ ആ ഒരു സ്റ്റോറി കാണുക. ചിലപ്പം 2-3 ആൾക്കാരുണ്ടാവുള്ളൂ. അപ്പം ആരെങ്കിലുമൊക്കെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് സ്റ്റോറി പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ മാത്രമേ അത് കാണുള്ളൂ. എന്തായാലും ഞാൻ ഫ്രണ്ട്സ് എന്നുള്ളത് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചാൽ അത് സേവ് ആവുന്നതായിരിക്കും. എന്തായാലും അത് കഴിഞ്ഞാൽ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറി പോസ്റ്റ് ആവുന്നതായിരിക്കും. അപ്പം ഫേസ്ബുക്ക് സ്റ്റോറി ആരൊക്കെ കാണണം എന്നുള്ള കാര്യം ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.